നിനക്ക് സഫയർ സ്റ്റോൺ കിട്ടിയോ? പൂജയുടെ ബെസ്റ്റ് സ്റ്റോൺ ബ്ലൂ സഫയറാ, ഇന്ദ്രനീലം. ഞാൻ വിചാരിച്ചു അവളുടെ ഈ ബർത്ത്ഡേക്ക് ഒരു ബ്ലൂ സഫയർ മോതിരം കൊടുക്കാന്ന്. ഫസ്റ്റ് എന്റെ പെണ്ണെ, നിനക്ക് വല്ല വട്ടുണ്ടോ? ഒറിജിനൽ സഫയർ സ്റ്റോൺ എന്താ വിലയെന്നറിയൂ? അത് വേണേ അവിടെ ഭാവി വരൻ ഗൗതം വാങ്ങിക്കൊടുത്തോട്ടെ. പിന്നെ എന്റെ മോക്ക് നിർബന്ധമാണെങ്കിൽ എന്റെ 1 or 2 കിഡ്നി സ്റ്റോൺ അവ കൊടുത്തേക്ക്. കഞ്ചൂസ് മാർവാടി. അല്ല, എന്ത് ചെയ്യാ നിന്റെ പരിവാരങ്ങളൊക്കെ? ആ ബ്യൂട്ടി പാർലറിനകത്തുണ്ട്. ഓഹോ. ഹായ് പൂജ. ഹായ്. ഉള്ളത് പറയാലോ, നൗ യു പീപ്പിൾ ലുക്ക് സിവിലൈസ്ഡ്. വേണ്ട മോനെ, നീ വരുന്നുണ്ടോ? എവിടേക്കാ? ജസ്റ്റ് ഫ്രീക്ക് ഔട്ട്. സോറി ഗേൾസ്, നൗ ഇറ്റ്സ് സ്റ്റഡി ടൈം. ഉള്ളത് പറ മോനെ, എത്ര പേപ്പർ കിട്ടാനുണ്ട്? എഴുതിയ പേപ്പർ എല്ലാം കിട്ടാനുണ്ട്, അതുകൊണ്ടാണ് ഇപ്രാവശ്യമെങ്കിലും ഇരുന്ന് പഠിക്കാമെന്ന് വെച്ചത്. എന്തായാലും നീ എന്റെ ബർത്ത്ഡേക്ക് വേണ്ട വേണ്ട, ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. ഫുഡ് അടിക്കുന്ന കാര്യമല്ലേ, ഐ വിൽ ബി ദേർ. ഓക്കെ. അതെ, വേണമെങ്കിൽ നിങ്ങളെ 3 പേരെ ഞാൻ എന്റെ ബൈക്ക് ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. അയ്യടാ മോനെ. ബൈ വിവേക്. ബൈ ബൈ ബൈ. ബർത്ത്ഡേ കാണാം. ഓക്കെ. ഞാൻ രാത്രി വിളിക്കാം. ബൈ. എനിക്ക് അയ്യടാ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ പൂജ, ഹാപ്പി ബർത്ത്ഡേ. ഇവനിവിടെ നിൽക്കട്ടെ, നിങ്ങൾക്കൊരു കൂട്ടാവും. ബേബിച്ചനൊരു സഹായം. നിൽക്കുന്നതൊക്കെ കൊള്ളാം, എനിക്ക് പണിയാവാതിരുന്നാ മതി. അപ്പോ ഞാനൊന്ന് ഇറങ്ങട്ടെ എങ്കിൽ. ഓക്കെ മൈ ബോയ്, ഞാൻ നാളെ രാവിലെ പോകും. ഇനി വരുമ്പോ കാണാം. ഓക്കെ, ആയിക്കോട്ടെ. മെർലിൻ, പൂജ, പോട്ടെ. ആ അതെ, നീ അവിടെ ചുറ്റിക്കറങ്ങി നടക്കാറുള്ളത് പോലെ ഇവിടെ ഇറങ്ങി നടന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പറഞ്ഞോക്ക് കേട്ടല്ലോ. Hey, look at this. Nice. Good morning. Good morning. നിന്റെ ഡാഡി എപ്പോ പോയടി? ഇപ്പൊ ബാംഗ്ലൂരിലെത്തി കാണും. ബേബിച്ച, ഒരു ചായ. നിന്റെ ഡാഡിക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ ഞാനും വിവേകും ഇടയ്ക്ക് മുങ്ങിയത്? ഏയ്, അങ്ങേര് കരുതിക്കാണ് നിങ്ങൾ കുമ്പസരിക്കാൻ പോയിട്ടുണ്ടാവുന്നു. ഒന്ന് പോടി. ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് അങ്ങേരും കോളേജിലൊക്കെ എത്തിയത്. ഓ അല്ലേ പൂജ? വേണ്ട മോളെ, നമ്മുടെ തന്തപ്പടിയെ വെറുതെ വിട്ടേക്ക്. ഹേയ്, നിന്റെ ഒരു കമ്മൽ അവിടെ പോയടി? കിടക്കയിലെങ്ങാനും വീണാണു.
നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഡോണ്ട് കോൾ മീ എടാ. മൈ നെയിം ഇസ് നന്ദു. അല്ല അത് മനസ്സിലായി. മുട്ടേന്ന് വിരുന്നേന്തും പോരോന്ന് മുടുവാ നടക്ക്. നൗ യു ഫോളോ മീ. കമോൺ. തുമ്പിള്ളേരുടെ അടുത്തെത്തുമ്പോ ഇംഗ്ലീഷിലാണ് എന്റെ പരിപാടി അല്ലേ? കട്ടിലൊന്നും കാണാനില്ല. പാർട്ടിക്ക് മുമ്പെന്റെ കാതിലുണ്ടായിരുന്നതാ. എവിടെ പോയോ? ശ്ശേ. നീയും വിവേകം ഗുസ്തി പിടിച്ചില്ലേ? ആ മുറി കാണും. ശ്ശേ, ഇനി എവിടെ തരയാനാ? ലീവ് ഇറ്റ്. പോയത് പോയി. എന്നാലും ഇറ്റ്സ് വെരി കോസ്റ്റ്ലി യു നോ. പൂജ രക്ഷയില്ല. ഞാൻ ഇവിടെ ഒക്കെ അരിച്ചു പെറുക്കി നോക്കി. മെർലിൻ പറഞ്ഞതായിരിക്കും ശരി. നീയും വിവേകൊന്നല്ല അതിനകത്തായിരുന്നല്ലോ ഗുസ്തി. അതിനകത്ത് തന്നെ ഉണ്ടാവും. വാ നമുക്ക് നോക്കാം. കുന്തം പോയാലേ കുടത്തിലും തപ്പണമെന്നാ. എന്താന്ന് അറിയില്ല. ശബ്ദം കേട്ട് ഞാൻ ഓടി വന്നപ്പോ ക്ലോക്ക് താനെ കത്തുന്നു. കർത്താവേ, അല്ലടാ, ഞാൻ അന്ന് റെയിലിന്റെ അടുത്തായിരുന്നു താമസിച്ചോണ്ടിരുന്നത്. ഒരു ദിവസം മംഗലാപുരം ട്രെയിൻ ഇറങ്ങി വീട്ടിലേക്ക് ഇങ്ങനെ നടക്കായിരുന്നു. രാത്രി ഒരു 12-12 മണിയായി കാണും. ആ ചുറ്റുവട്ടത്ത് ഒരു മനുഷ്യജീവി പോയിട്ട് ഒരു ചൊക്കിളി പറ്റു പോലും ഇല്ല. അപ്പൊ ചേട്ടനോ? വേണ്ട, ഇത് കേക്കടാ. പെട്ടെന്ന് പുറകുന്ന് എന്നൊരു വിളി. അത് 2 വിളിയല്ലേ? ഇത് കേക്കടാ. ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. തിരിഞ്ഞു നോക്കിയപ്പം ജീൻസ് ഇട്ട് സുന്ദരിയായ ഒരു പെൺകുട്ടി. കർത്താവാണ് സത്യം. ശൃംഗാരഭാവത്തോടെ അവൾ എന്നെ അടുത്തേക്ക് വിളിച്ചു. ആദ്യം ഞാനൊന്നും മടിച്ചു. പിന്നെ ധൈര്യം സംഭരിച്ച് ഞാൻ അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. നേരം വെളുത്തപ്പോൾ റെയിൽ പാളത്തിനടുത്ത് ഞാൻ കിടക്കുന്നു. എൻ്റെ ചാരിത്രം അവൾ അപഹരിച്ചു. പിന്നീടാണ് ഞാൻ അറിയുന്നത് 1 മാസം മുമ്പ് ആത്മഹത്യ ചെയ്ത കോളേജ് വിദ്യാർത്ഥിനിയാണ് അവളെന്ന്. അയ്യോ, ഈ വിരലിന്റെ ഡോസ് ഒന്ന് കൊറ. പിന്നെ പ്രേതം ജീൻസ് ഇട്ടിട്ടല്ലേ? അതും ചേട്ടന്റെ ചരിത്രമൊക്കെ അവിടെ എടുക്കാൻ. ചരിത്രല്ലടാ, ചാരിത്രം. രണ്ടും ഒന്ന് തന്നെ ഏട്ടാ. ചരിത്രം പോകുമ്പോ ചരിത്രവും. നീ ഒന്ന് ക്ഷമിക്കടാ, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ. എന്നാലും ഇത് വല്ലാത്തൊരാഗ്രഹമാണ്, അതും പ്രേതമായിട്ട്. അതാരേട്ടാ? പടിഞ്ഞാറ് ഏതോ വീട്ടിലുള്ള. ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ കാണും. അയാളുടെ മട്ടും നോട്ടും ഒന്നും അത്ര പന്തിയല്ല. അത് നീ ഇതെവിടെ പോണു? യുവമിഥുനങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. എബൌട്ട് മാരേജ്.
Marriage is made up of 3 rings. Which are they? എൻഗേജ്മെന്റ് റിംഗ്. Yeah, good. Then wedding ring? Right. But the third one is the most important. അറിയില്ല? It's suffering. വിവാഹം എല്ലാ അർത്ഥത്തിലും ഒരു സഫറിംഗ് ആണ്. സോ ദാറ്റ് ഇസ് സഫറിംഗ്. ആദ്യത്തെ കുറച്ചു നാൾ കഴിഞ്ഞ അതുകൊണ്ട് എന്നെ ഈ പണിക്കൊന്നും കിട്ടില്ല. എനിക്കിങ്ങനെ പറന്ന് പറന്ന് നടക്കണം. ലൈക്ക് എ ഫ്രീ ബേർഡ്. എക്സ്ക്യൂസ് മീ. ഹായ് ഫ്രീ ബേർഡ്, നമുക്ക് ഒന്നിച്ച് പറക്കാം. ഇപ്പൊ വരാമേ, ഒന്ന് കൈ കഴുകിക്കോട്ടെ. മെർലിൻ, അതിലേ വാ. എന്താ ഇവന്മാര് പ്രശ്നം ഉണ്ടാക്കും. അതിലേ വാ. അങ്ങനെ ഒറ്റയ്ക്ക് പറന്നു പോയാലോ? കുയിൽ കാക്കകളുടെ കൂടെ പറക്കാറില്ല. എങ്കിലും കുയിലിന് ഞങ്ങൾ കാക്കകളുടെ കൂട്ടി വന്ന് മുട്ടയിടാലോ. ഹലോ ബ്രദർ, നമ്മളൊക്കെ സ്റ്റുഡൻസ് അല്ലേ, വെറുതെ പ്രശ്നം ഉണ്ടാക്ക. ഓഹോ, കൊള്ളാം. ആൺകുട്ടികളാ എങ്ങനെ വേണം? പാവങ്ങളാ, ഇവരെ അങ്ങ് വെറുതെ വിട്ടേക്ക് മക്കളെ. എന്തോ ദേ, കുറുമ്പ് കാണിച്ചാൽ നല്ല അടി കിട്ടും. അതുകൊണ്ട് നല്ല കുട്ടികളായി മക്കളെ പോ. Who the hell are you? യുവർ ഫാദേഴ്സ് ഫാദർ. മനസ്സിലായില്ല? നിന്റെയൊക്കെ അപ്പന്റെ അപ്പൻ. അടിയടാ ഇവനെ. എക്സ്ക്യൂസ് മീ സർ. താങ്ക് യു. ഇതിപ്പം സ്ഥലം പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രഭാകരൻ സാറിന്റെ കൈവശ. പണ്ട് ഇത് പ്രശസ്തമായൊരു നായർ തറവാട്ടുകാരുടെ വകയായിരുന്നു. 4-5 കൊല്ലം മുമ്പ് ഇവിടെ എന്തൊക്കെയോ അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ കുട്ടികളാണ് ഇവിടെ ആദ്യമായിട്ട് താമസിക്കാൻ വന്നത്. ഞാൻ വന്നിട്ട് മാസങ്ങളേ ആയുള്ളൂ. പയറ് പോലെ നടന്ന് ഭൂമി കച്ചവടം ചെയ്ത് 4 കാശുണ്ടാക്കിയിരുന്ന എന്നെ ഇവിടെ തളച്ചിട്ട് പ്രഭാകരൻ സാറിന്റെ പണിയാ. സാറിന് ഈ വീടിനെ കുറിച്ച് കൂടുതൽ വല്ലതും അറിയണമെങ്കിൽ ഇതിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു അമ്പലക്കുളമുണ്ട്. അതിന്റെ തെക്ക് ഭാഗത്ത് ഓട് മേഞ്ഞ ഒരു ഒറ്റപ്പെട്ട വീടുണ്ട്. അവിടെ താമസിക്കുന്ന ജാനുമ്മ എന്ന് പറഞ്ഞ സ്ത്രീ പണ്ട് ഇവിടെ ജോലിക്ക് നിന്നിരുന്നു. ശീലയില്ലാത്ത ചെയ്യണ്ട, തല കറങ്ങും. നല്ല വടക്കം പുകയില്ലയാ. അല്ലെങ്കിൽ ആണെങ്കിലോ അല്പം കുശലം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. മാളികയെന്നാണല്ലേ? ചാത്തന്മാർ ജാനമ്മയ്ക്കെല്ലാം കാട്ടിത്തരും. ചാർട്ടർ സേവയുണ്ടല്ലേ? മദ്യസേവയുണ്ട്.
ഉം.